ഇതും ഇപ്പോൾ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തൊരു കേസായിരുന്നു അത്. ഈ പറയുന്ന സീബ്ര ലൈനിൽ വണ്ടി വട്ടവിട്ട് KSRTC ബസ് തടഞ്ഞു എന്നൊക്കെയായിരുന്നു അതിൽ എന്താണ് ദൃശ്യങ്ങളടക്കം തെളിവായിരുന്നതുമാണത്. അപ്പോൾ അത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതായിരുന്നു യദുവിൻ്റെ ആരോപണം. അപ്പോൾ അതിൽ രണ്ടുപേരും പ്രതികളല്ല എന്നാണ് പറയുന്നത്. പ്രതികരണം എന്താണ് യദു? ഹലോ, രണ്ടുപേര് പ്രതികളല്ല എന്നല്ല, മൂന്നാമത്തെ ആളെ മാത്രം പ്രതി ചേർത്തിരിക്കുന്നു. 5 പേരുണ്ടായിരുന്നു മൊത്തം കേസില്. 5 പേരില് 4 പേരെയും ഒഴിവാക്കി, ഒരാളെ മാത്രം പ്രതി ചേർത്തിരിക്കുന്നു. അതായത് അരവിന്ദ്, സഹോദരൻ അരവിന്ദ് എന്ന് പറയുന്ന ആളെ മാത്രം പ്രതി ചേർത്ത് വെറുതെ ഒരു പെറ്റി കേസ് മാത്രമാണ് ഫൈൻ ഇട്ടേക്കുന്നത്. ഫൈന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല, നടപടിയൊന്നും ഇല്ല. ഈ അരവിന്ദിനെതിരായ കേസ് എന്താണ്? അതിനെതിരായിട്ട് അത് ചെറിയ പെറ്റി കേസ്, സീബ്ര ക്രോസിൽ വണ്ടി തടഞ്ഞു എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒഫൻസ് അതാണ്. ഇപ്പൊ ഞാൻ മൂന്നാം കോടതി നിൽക്കുകയാണ്. ഞാൻ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് 5 പ്രതികളെയും പ്രതി ചേർക്കണമെന്ന് പറഞ്ഞ് കോടതി പോലീസുകാർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കോടതിയുടെ അടുത്ത് ഞാൻ നിൽക്കുകയാണ്. അപ്പൊ 6ാമത്തെ പ്രതിയും കൂടെ ഉണ്ട്, ഒരാളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കൊടുക്കുന്ന കേസിൽ. അതാരാണ്? അത് കണ്ടക്ടർ സുബിനാണ്. മെമ്മറി കാർഡ് ഉണ്ടായിരുന്ന സമയത്ത് കണ്ടക്ടർ സുബിൻ മാത്രമല്ലേ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ മെമ്മറി കാർഡ് ഇതുവരെ കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. അതെവിടെ പോയി? അത് എവിടെ പോയിട്ടുണ്ട് അതെനിക്കറിയത്തില്ല. ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് എനിക്കെതിരായിട്ടുള്ള കേസിലെല്ലാം എന്നെ ഇനി അറസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതിനു വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. എന്റെ കേസിൽ മാത്രം മൂവ്മെന്റ് ഇല്ല. അല്ല, ഇത് ഈ പറയുന്ന പോലെ ആംഗ്യം കാട്ടിയിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ അതിനകത്ത് മെമ്മറി കാർഡ് കിട്ടിയാൽ കൃത്യമായി അറിയാം. പക്ഷെ മെമ്മറി കാർഡ് ഇല്ല. മെമ്മറി കാർഡ് മാത്രമല്ല, ഇതില് CCTV ഇല്ലേ, പട്ടം തൊട്ട് പാളയം വരെയുള്ള CCTV അവർക്ക് എടുക്കാനുള്ള അധികാരം ഉണ്ടല്ലോ. അവരെടുത്ത് നോക്കട്ടെ, അങ്ങനെ ഒരു ആംഗ്യം ഉണ്ടെങ്കിലല്ലേ. യദു, ഈ MLA-യും മുൻ മേയറെയും അവിടെ നിന്ന് ഒഴിവാക്കിയത്, അല്ല മേയറെയും ഒഴിവാക്കിയത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് താങ്കൾക്ക് ഹർജിയിൽ പറയുന്നുണ്ടോ? ഈ വാർത്തയിലെല്ലാം കാണുന്ന അങ്ങനെയല്ലേ. ഇവർ തോന്നിയ ദിവസം കാണിച്ചാൽ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ. നമ്മളെ പോലെയുള്ള പാവങ്ങളുടെ മക്കെട്ട് കയറാനല്ലേ അറിയുള്ളൂ. യദുവിനോട് അന്ന് ഈ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞതല്ലാതെ ഏതെങ്കിലും തരത്തിൽ സസ്പെൻഷനോ അങ്ങനെ ഒരു നടപടിയിലേക്കൊന്നും പോയിരുന്നില്ല? ഒന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സെൻട്രലിൽ പോയി സാറിനെ കണ്ട് ചോദിക്കുക. അപ്പൊ പറഞ്ഞ് ഇപ്പൊ കോടതി കേസ് നടക്കുന്നതുകൊണ്ട് പുറത്താണെന്നാണ് പറഞ്ഞത്. ഈ കേസ് നടക്കുന്ന ആൾക്കാർ ജോലി ചെയ്യില്ലേ, മേയറും MLA-യും. എനിക്ക് മാത്രമാണ് ജോലി നഷ്ടമായതും എന്റെ കുഞ്ഞിന്റെ പഠിത്തം തടസ്സപ്പെടുകയും ചെയ്തു. എങ്ങനെയാണ് യദുവിന്റെ വരുമാന മാർഗം? ഞാൻ ഉപജീവന മാർഗമായിട്ട് ഇപ്പൊ പ്രൈവറ്റ് ബസ്സിൽ ലീവോടെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഡ്യൂട്ടി ഉള്ളു, എന്നും ജോലിയൊന്നും ഇല്ല. എന്നാ ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ ഈ കേസിന് ശേഷം 2 വർഷമായിട്ട് കോടതി കയറി ഇറങ്ങുന്ന ഞാൻ മാത്രമേ ഉണ്ട്. മേയർ യഥേഷ്ടം ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എന്തോ യദു ഈ പറയുന്ന ചേഷ്ട കാണിച്ചു എന്ന മട്ടിൽ കുറ്റപത്രം എന്നാണ് കേൾക്കുന്നത്. യദു ചേഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് പറയേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഒരു കൈ ആംഗ്യം കാണിക്കാൻ ആ വണ്ടി, ഞാൻ അന്നേ പറയുന്നു, ഷട്ടർ ഗ്ലാസ് അല്ല, മറ്റേ ഈ ഷട്ടർ അല്ല, ഗ്ലാസ് ബോഡി വണ്ടിയാണ്. കൈ പോലും പുറത്തിടാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ്? അതും ബാക്കിൽ നിന്ന് വന്ന കാറാണ്. നിങ്ങളെ റിപ്പോർട്ടർ ചാനലിലാണ് കാണിച്ചിട്ടുള്ളത്. ബസ് ഫ്രണ്ടിൽ പോകുന്നു, ബാക്കിൽ നിന്ന് കാറ് വരുന്നു. ഈ ആംഗ്യം കാണിച്ചാൽ, അഥവാ ഷട്ടർ ആണെങ്കിൽ ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ അല്ലേ കാണുള്ളൂ. ഈ ബാക്കിൽ ഇരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് കാണുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾ കോടതിയിൽ പോയി നീതി നേടൂ എന്നാണ് മേയർ അന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് കോടതിയെ വിശ്വാസമുള്ളൂ. മാത്രമല്ല, ഇത് കേസെടുക്കാൻ കോടതി പറഞ്ഞാണ് കേസെടുത്തതും. അന്ന് കേസെടുത്തിരുന്നില്ല. കോടതി പറഞ്ഞാണ് കേസെടുത്തത്. ഈ 5 പ്രതികളെയും പ്രതികളാക്കണമെന്നും പറഞ്ഞാൽ ഇപ്പൊ പോലീസുകാരെടുത്ത് കോടതി റിപ്പോർട്ട് ചോദിക്കും. അപ്പം അതും കോടതി പറഞ്ഞല്ലേ ചെയ്യുന്നത്. ഇവര് മര്യാദയ്ക്ക് അന്വേഷിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവരന്വേഷിക്കൂല. അവരെ ഇപ്പൊ ഏത് ഭരണമായാലും ഏത് പാർട്ടി ഇരുന്നാലും അവർക്ക് അനുകൂലമായിട്ടല്ലേ ആ സർക്കാർ പ്രവർത്തിക്കുള്ളൂ. ഗവൺമെന്റ് കീഴിലുള്ളതല്ലേ പോലീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.